കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ എമ്പുരാൻ എന്ന് പറയുന്ന ലാലേട്ടൻ സിനിമ വീഴുമെന്ന് പറഞ്ഞ ലാലേട്ടൻ ഹേറ്റേഴ്സിന്റെ നെഞ്ചത്ത് ആണിയടിച്ചുകൊണ്ട് ഇപ്പോഴത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ പങ്കുവെക്കാമെന്ന് ഈ ഒരു കളക്ഷൻ അപ്ഡേറ്റ് ആണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ അണിയിച്ചൊരുക്കിയ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ രണ്ടാം വാരത്തിലോട്ട് കടന്നിരിക്കുകയാണ്. രണ്ടാം വാരത്തിലും ചിത്രത്തിന്റെ തിയേറ്ററുകളുടെ എണ്ണത്തിൽ യാതൊരുവിധ കുറവ് സംഭവിച്ചിട്ടില്ല. അതേസമയം തിയേറ്ററുകളുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കേരളത്തിന് പുറത്ത് ചിത്രത്തിന് വലിയ ചലനങ്ങളൊന്നും തന്നെ സൃഷ്ടിക്കാൻ സാധിക്കത്തില്ലെന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു റിപ്പോർട്ടുകൾ. കാരണം ചിത്രത്തിൽ ഗുജറാത്ത് കലാപവുമായിട്ട് ബന്ധപ്പെട്ട് RSS സംഘപരിവാർ തുടങ്ങി പല രാഷ്ട്രീയ കക്ഷികളും അതോടൊപ്പം പല ആൾക്കാരും ചിത്രത്തിനെതിരെ വളരെയധികം വിമർശനങ്ങളുമായിട്ട് പ്രതിഷേധമായിട്ട് രേഖപ്പെടുത്തി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരെയൊക്കെ നെഞ്ചത്താണി അടിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ലാലേട്ടൻ നായകനായിട്ടെത്തിയ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ മറ്റ് സംസ്ഥാനങ്ങളെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം 30 കോടി രൂപയോളമാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ആദ്യ ആഴ്ച പിന്നിടുമ്പോഴാണ് ചിത്രത്തിന് ഈ ഒരു കളക്ഷൻ റിപ്പോർട്ടുകൾ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. മലയാള സിനിമയ്ക്ക് സ്വപ്നം കാണാൻ സാധിക്കാത്ത വമ്പൻ നേട്ടം തന്നെയാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുള്ള ചിത്രങ്ങൾ നിലവിൽ മഞ്ഞുമൽ ബോയ്സും പ്രേമലുമായിരുന്നു. മൂന്നാം സ്ഥാനത്താണ് നിലവിൽ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ നിൽക്കുന്നത്. എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം ഒരുപക്ഷെ 50 കോടി വരെ മറികടക്കാൻ സാധിക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. കാരണം ചിത്രത്തിന് തമിഴ്നാട്ടിലും അതോടൊപ്പം കർണാടക, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളും നോർത്ത് ഇന്ത്യയിലും കളക്ഷൻ ഉയർത്താൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ചിത്രം ഒരുപക്ഷെ ഫൈനൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ പുറത്തു വരുമ്പോൾ 40 മുതൽ 50 കോടി രൂപ വരെ സ്വന്തമാക്കുന്ന അപ്ഡേറ്റുകൾ ലഭ്യമാകുന്നുണ്ട്. ചിത്രത്തിന്റെ ആദ്യ 7 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ചിത്രം ഏകദേശം 229 കോടി രൂപയോളം ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഈ ഒരു വീക്കെൻഡിൽ തന്നെ ചിത്രം 300 കോടി കടക്കുമെന്നാണ് പ്രമുഖ ട്രാക്കിംഗ് അനലിസ്റ്റുകൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ലാലേട്ടൻ നായകനായിട്ടെത്തിയ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ നിലവിൽ കളക്ഷൻ റെക്കോർഡുകളെല്ലാം ഭേദിച്ച് രണ്ടാം വാരത്തിൽ മുന്നേറുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് കാത്തിരിക്കുക ഫൈനൽ എത്ര കോടി രൂപ വരെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്ന അറിയാൻ വേണ്ടി. അപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കും OTT അപ്ഡേറ്റ്സുകൾക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.